Hello dear friends. ഞാൻ സൗമ്യ, മറിയം എയർ ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വോയിസ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ കുറേ പേര് വാട്സപ്പിലും മെയിലിലൊക്കെ എന്നോട് അന്വേഷിച്ചിരുന്നു. അപ്പോൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE ട്രാവൽ ചെയ്യുന്ന വിസിറ്റ് വിസയിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ UAE വിസിറ്റ് വിസയിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാം അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നിർബന്ധമായിട്ടും വേണം, വിസ, പിന്നെ നമുക്ക് അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം എയർപോർട്ടിനുള്ളിൽ ചെക്കിങ് വളരെ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റ് വിസയിൽ പോകുമ്പോൾ എത്ര നാളാണോ നമ്മൾ UAE സ്റ്റേ ചെയ്യുന്നത് അത്രയും നാൾ അവിടെ സ്റ്റേ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ്, പല രീതിയിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എത്ര രൂപയാണ് കൊണ്ടുപോകേണ്ടത്, ദർഹാക്കി കൊണ്ടുപോകണോ, അതോ ഈ പോകുന്ന പാസഞ്ചറിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ നമ്മുടെ ഇന്ത്യൻ മണി അത് എത്രയാണോ എന്നുള്ളത് കാണിച്ചാൽ മതിയാവും, അതിൻ്റെ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ എത്രയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം മിനിമം ഒരു 5,000 റുപ്പീസ് ആണ്, ദർഹമാണ് അവർ UAE ഗവൺമെൻറ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മിനിമം നമുക്കൊരു 50,000 ഇന്ത്യൻ റുപ്പി എങ്കിലും ഈ പോകുന്ന പാസഞ്ചറിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എമിഗ്രേഷനിലോ അല്ലെങ്കിൽ എയർപോർട്ടിനുള്ളിൽ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഭാഗമായിട്ട് അവർ ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യം നിങ്ങൾ ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കേണ്ട അക്കൗണ്ട് ബാലൻസ് അല്ലെങ്കിൽ ഈ ദർഹം കയ്യിൽ കരുതുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ UAE ചെല്ലുമ്പോൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അക്കോമഡേഷൻ ഡീറ്റെയിൽസ് മസ്റ്റായിട്ടും വേണം. പിന്നെ അവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വിസ പ്രൂഫ്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, ഇതെല്ലാം നിങ്ങൾ കയ്യിൽ ഹോൾഡ് ചെയ്യണം. എന്താണ് ചോദിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ റിവീൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ഇപ്പം നിലവിലുള്ള ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഇതെല്ലാവരും കറക്റ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.